ഹായ് ഫ്രണ്ട്സ്, ബോഗൻവില്ല സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നാട്ടിൽ മൺസൂൺ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കനത്ത മഴയായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാരും ബോഗൻവില്ലകളെയെല്ലാം മഴയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒത്തിരി മഴ കൊണ്ടാൽ അവിടെ തണ്ടുകളും വേരുകളും ചീഞ്ഞ് പ്ലാന്റ് നശിച്ചു പോവാൻ സാധ്യതയുണ്ട്. മഴ കൊള്ളാതെ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പ്ലാന്റ് മഴക്കാലം മുഴുവനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ മഴക്കാലങ്ങളിൽ എല്ലാ ദിവസവും നനയ്ക്കേണ്ട കാര്യമില്ല. പ്ലാന്റിൻ്റെ ചുവട്ടിലെ മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 3-4 ദിവസത്തിലൊക്കെ ഒരിക്കൽ വെള്ളം ഒഴിക്കേണ്ടി വരികയുള്ളൂ. കാരണം നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് പ്ലാന്റിൻ്റെ ചുവട്ടിൽ വെള്ളമൊന്നും പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പ്ലാന്റ് ബുഷിയായി നിൽക്കാൻ ചെറുതായിട്ടൊക്കെ പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ്. ഹാർഡ് പ്രൂണിങ് ഈ സമയത്ത് ചെയ്യാറില്ല. അതുപോലെ ഒരു 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് സാഫ് സ്പ്രേ ചെയ്യുന്നതും ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതും ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കും. മഴക്കാലത്ത് നമ്മൾ ഈ ചെടികൾക്ക് രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒന്നും കൊടുക്കാറില്ല. ഇനി അടുത്ത സീസൺ വരുന്ന സമയത്ത് ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് വളങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറും റീപോട്ടിംഗ് ഒക്കെ ചെയ്യാറുള്ളതൊക്കെ. അപ്പം നമ്മുടെ കയ്യിൽ ഇനി കുറച്ചുകൂടെ കവർ സൈസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഒരു 30ഓളം വെറൈറ്റി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും പ്ലാന്റുകൾ അവൈലബിൾ ആയിരിക്കുക കേട്ടോ. പല വെറൈറ്റി ബോഗൻവില്ലകൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു സമയത്തൊക്കെ പ്ലാന്റുകൾ വാങ്ങി റീപോർട്ട് ചെയ്ത് മഴ കൊള്ളാതെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ല വലിയ ബുഷി പ്ലാന്റുകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് റോയൽ ഡോൾഫിൻ. റോയൽ ഡോൾഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 180 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിലൊക്കെ വെരിഗേഷന് നല്ല വെയിലും വെളിച്ചം കിട്ടുമ്പോൾ നല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലായിരിക്കും ഇതിൻ്റെ ലീഫുകളൊക്കെ കേട്ടോ. അടുത്ത ഒരു പ്ലാന്റ് ആണ് മസൂരി ഓറഞ്ച്. നല്ല ഓറഞ്ച് ഫ്ലവറോട് കൂടിയ ഫ്ലവേഴ്സ് ആയിരിക്കും മസൂരി ഓറഞ്ചിന് ഉണ്ടായിരിക്കുക. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്ത പ്ലാന്റ് ആണ് ടാഗ്ലോൺ റെഡ്. ടാഗ്ലോൺ റെഡിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 230 രൂപ. അടുത്തൊരു പ്ലാന്റ് ആണ് ഫോക്സ്റ്റൈൽ റെഡ്. ഫോക്സ്റ്റൈൽ റെഡിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1-2 പ്ലാന്റ് ഇനി സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റിൻ്റെ വില 400 രൂപ. അടുത്തൊരു പ്ലാന്റ് ആണ് മൊണാലിസ റെഡ്. മൊണാലിസ റെഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് സ്റ്റെമ്മോട് കൂടി അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 200 രൂപ. ഇവയൊക്കെ ഫ്ലവറൊക്കെ വന്ന് പോയ പ്ലാന്റുകളാണ്. ഇപ്പം മഴയൊക്കെ ആയതിനാൽ ഫ്ലവറൊക്കെ കൊഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാ പ്ലാന്റുകളിലും ഫ്ലവറൊന്നും ഉണ്ടാവില്ല. ഫ്ലവർ വന്നിട്ട് പോയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റാണ് റോമ വെരിഗേറ്റഡ്. റോമ വെരിഗേറ്റഡിൻ്റെ ഈ ഒരൊറ്റ പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ വില 300 രൂപ. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തൊരു വെറൈറ്റി പ്ലാന്റാണ് സ്നോ റെഡ്. സ്നോ റെഡ് നല്ല വെരിഗേറ്റഡ് ലീഫും ഒക്കെ ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ വില 180 രൂപ. അതുപോലെ ഓറഞ്ച് ഗ്ലോയുടെ ഒക്കെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. സാഗ്രാന പീച്ചിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തിക്ക് സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും തിക്ക് സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റുകളാണ് സാഗ്രാന പീച്ചിൻ്റെത് വരുന്നത്. ഇതിൻ്റെ വില 180 രൂപയാണ്. സാഗ്രാന പീച്ചിൻ്റെ വില 180 രൂപ. അതുപോലെ ടാഗ്ലോണിൻ്റെ പീച്ചും പിങ്കും ഒക്കെ അവൈലബിൾ ആണ്. മഴ വന്നതോടെ മഴയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇപ്പോൾ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുള്ളത്.
എല്ലാ പ്ലാന്റുകളും ഏകദേശം ഈ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ. നല്ലൊരു പോട്ടിംഗ് മിക്സിൽ റീപോട്ട് ചെയ്താൽ എല്ലാ പ്ലാന്റുകളും വളരെ ഹെൽത്തി ആയിട്ട് നല്ല പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്തായി വരും. നമ്മൾ റീപോട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സോയിലിൽ കൂടുന്തോറും ഷിപ്പിംഗ് ചാർജ് കൂടി വരും. അതുകൊണ്ടാണ് നമ്മൾ റീപോട്ട് ചെയ്യാത്തത്. ഇപ്പോൾ ഈ ചെറിയ കവർ സൈസ് ആകുമ്പോൾ വളരെ കുറഞ്ഞ ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് പ്ലാന്റുകൾ സെൻഡ് ചെയ്യാൻ കഴിയും. ഈ അടുത്ത പ്ലാന്റാണ് ബാലകയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ്. അടുത്തൊരു പ്ലാന്റാണ് സ്നോ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 180 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു പ്ലാന്റാണ് ലൈലാക് ഫോർമൂസയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഒരു 2-3 പീസുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വില 200 രൂപ. നല്ല തിക്കായിട്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ലൈലാക് ഫോർമൂസ. അടുത്തൊരു വെറൈറ്റി പ്ലാന്റാണ് യെല്ലോ ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 200 രൂപ. അടുത്തൊരു വെറൈറ്റി പ്ലാന്റാണ് സിൽവർ റെഡ്. നല്ല സിൽവർ ലീഫോട് കൂടി നല്ല ഡാർക്ക് പിങ്ക് കളറ് ഫ്ലവേഴ്സ് ആയിരിക്കും സിൽവർ റെഡിൽ ഉണ്ടായിരിക്കുക. നല്ല ഭംഗിയാണ്. ഇത് ഫ്ലവറൊക്കെ ഉണ്ടായി നല്ല ബുഷിയായിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ പ്ലാന്റ് ഇതുപോലെയൊക്കെ ഇരിക്കും. നല്ല അതിൻ്റെ ലീഫാണ് ഭയങ്കര അട്രാക്ഷൻ. ലീഫും ആ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ പ്ലാന്റ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളുടെ വില 180 രൂപയാണ്. അടുത്ത ഒരു വെറൈറ്റി പ്ലാന്റാണ് ദൈന വൈറ്റ് എന്ന് പറയുന്നത് മഹാര വൈറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സിൽ പിങ്ക് കളറ് കയറി വരില്ല. ഇതിൻ്റെ ഒരു 2 പ്ലാന്റുകളെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് 180 രൂപ. നെക്സ്റ്റ് വെറൈറ്റിയാണ് ഫയറോപ്പാലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 180 രൂപയാണ്. റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അടുത്ത പ്ലാന്റാണ് സിൽവർ ലീഫ് തായ് ഡിലൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 200 രൂപയാണ്. അതുപോലെ തന്നെ തായ് ഡിലൈറ്റും അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി പ്ലാന്റാണ് ബ്ലുവൻഡി. ഒരു പീച്ച് നിറത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ബ്ലുവൻഡിക്ക് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 180 രൂപ. ടാഗ്ലോൺ പിങ്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വില 200 രൂപ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റാണ്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റിയാണ് ഡോക്ടർ റാവു ഓറഞ്ചും ഡോക്ടർ റാവു പിങ്കും. രണ്ടിനും 150 രൂപ. അടുത്ത വെറൈറ്റി പ്ലാന്റാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 200 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ്. നിറയെ ബുഷിയായിട്ട് പൂക്കുന്ന പ്ലാന്റാണ് ഗ്രീൻ ആപ്പിൾ. അടുത്ത വെറൈറ്റി പ്ലാന്റാണ് ഹൈബ്രിഡ് യെല്ലോൻ്റെ ഒരു 1-2 പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല യെല്ലോ ഫ്ലവേഴ്സിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഹൈബ്രിഡ് യെല്ലോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വെറൈറ്റി പ്ലാന്റ് ഫോക്സ്ടൈൽ യെല്ലോ ആണ്. ഫോക്സ്ടൈൽ യെല്ലോയുടെയും കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ വില 300 രൂപ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ. ഓക്കെ, ബൈ.